നമ്മൾ വല്ലഭന് പുല്ലും ആയുധമെന്നൊക്കെ പറയാറില്ലേ, അതുപോലെ പോലീസുകാർക്ക് പോലീസ് വാഹനമാണ് ആയുധം. ഇതാ ഇവിടെ ലോക്ക്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വന്നാൽ പോലും ഇത് വന്നാൽ തീർന്നു, ലോക്കായില്ലേ. ആ സൈഡിലും സെയിം രീതി, ഇതിനപ്പുറത്തും സെയിം രീതി. നമ്മൾ വല്ലഭന് പുല്ലും ആയുധമെന്നൊക്കെ പറയാറില്ലേ, അതുപോലെ പോലീസുകാർക്ക് പോലീസ് വാഹനമാണ് ആയുധം. രാജ്ഭവന് മുമ്പിലേക്ക് SFI നടത്തുന്ന മാർച്ചാണ്. മാർച്ച് വരുന്നത് മാനവീയം വീതിയിൽ നിന്ന് നേരെ ഞാൻ നിൽക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് മാർച്ച് വരിക. സാധാരണഗതിയിൽ ഇത്തരം മാർച്ചുകൾ വരുമ്പോൾ പോലീസ് എന്താ ചെയ്യുക, ബാരിക്കേഡ് വെച്ചിട്ട് മാർച്ച് തടയും. അതിനുവേണ്ടി അവിടെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ പോലീസുകാരുണ്ട്. SFIക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ സമരം, അതിൻ്റെ ഒരു ചരിത്രം നോക്കിയാൽ അവർ ആ ബാരിക്കേഡ് മുകളിലൂടെ താഴേക്ക് ചാടി രാജ്ഭവൻ്റെ അങ്ങോട്ട് വരാറാണ് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഒരു രീതി. ഇനി അങ്ങനെ ബാരിക്കേഡും കഴിഞ്ഞ് ഇവിടെ വരുൺ ജലവാഹനം കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് വെള്ളമടിയും കഴിഞ്ഞ് പോലീസിൻ്റെ ലാത്തിയടിയും കഴിഞ്ഞ് എങ്ങാനും അവർ രാജ്ഭവൻ്റെ ഭാഗത്തേക്ക് എങ്ങാനും വന്നാൽ അവരെ കുരുക്കാനാണ് ഈ വണ്ടി ഇട്ടിരിക്കുന്നത്. ഇത് പോലീസുകാർ വന്ന ഒരു വാനുണ്ട്, അതിൻ്റെ പിന്നിൽ 2-3 വണ്ടികളുണ്ട്, അതിനപ്പുറത്ത് പോലീസുകാരുടെ ജീപ്പുണ്ട്. അതിൻ്റെ എന്താണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ സാധാരണഗതിയിൽ ഇപ്പം ഇതിൽ ഇനി എങ്ങാനും ഇതെല്ലാം മറിച്ചിട്ട് അവർ വരികയാണെങ്കിൽ ഇവിടെ ലോക്ക്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വന്നാൽ പോലും ഇത് വന്നാൽ തീർന്നു. ഈ 2 വാഹനം, അതിനിടയിൽ ഒരു പോലീസ് വാഹനം, ലോക്കായില്ലേ. ഒട്ടിക്കത്തെ ബുദ്ധിയാണ്. ഇനി ഇതുപോലെ തന്നെ ആ സൈഡിലും അങ്ങേറ്റത്തും കണ്ടോ, ആ സൈഡിലും സെയിം രീതി, ഇതിനപ്പുറത്തും സെയിം രീതി. കണ്ടിട്ടില്ലാത്ത രീതിയാണ്. എന്തായാലും രാജ്ഭവനിലേക്ക് എങ്ങാനും SFIക്കാർ പോയാൽ ഗവർണർ ഇന്നലത്തെ മാർച്ചിനെതിരെ തന്നെ വലിയ പ്രശ്നമുണ്ടാക്കി. അതുകൊണ്ടുള്ള മുൻകരുതലാണ്. അതുകൊണ്ട് SFIക്കാരെ മണിച്ചിത്രത്താഴിട്ട് പൂട്ടാൻ വേണ്ടി ഉള്ള ഒരു പരിപാടിയാണിത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദുവിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.